Hi friends, welcome back to another video of For We Adventures. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് രാവിലെ വന്നു റെഡിയായി ഇതേ ഇപ്പോൾ ഞാൻ ഇറങ്ങി. നമ്മൾ ആദ്യത്തെ ദിവസം പോകാൻ പോകുന്നത് ഇടുമ്പാട്ടൻ പിള്ളേക്കാണ്. നമ്മുടെ സ്കൂട്ടി തന്നെയാണ് പോണത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്കൂട്ടിയാണ്. ഇതാകുമ്പോഴത്തേക്ക് ഒരു 300 രൂപ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരം വരെ പോകാമെന്നുള്ളതും കൂടെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്തായാലും പോകുന്ന വഴി കാണാനായിട്ട് അതിമനോഹരമാണ്. ഇപ്പോൾ രാവിലെ തന്നെ ആണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിലേക്ക് പോകാനുള്ള കുട്ടികൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് രാവിലെ തന്നെ നിൽക്കുകയാണ്. സോ അതൊക്കെ കണ്ട് നമുക്കങ്ങനെ ഫ്രണ്ടോട്ട് പോവുകയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ റൂമിൻ്റെ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ലൊക്കേഷൻ നിൽക്കുന്നത്. ഇവിടുന്ന് നമുക്കിനി ഇടുമ്പാട്ടൻ പിള്ളേക്ക് ഒരു 2 കിലോമീറ്റർ കൂടെ ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ വന്നിട്ട് മാർക്കറ്റ് റോഡാണ്. അതും കൂടെയൊക്കെ നമുക്ക് കാണാനുണ്ട്. അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. രാവിലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. ഒരു രക്ഷയില്ല. ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡാണെങ്കിൽ അത്യാവശ്യം നീറ്റ് റോഡാണ്, കുഴപ്പമില്ല. ട്രാവലിംഗ് അത്യാവശ്യം നല്ല ട്രാവലിംഗ് തന്നെയാണ്. ഗൈസ് നമ്മൾ എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു വള്ളിക്കെട്ട് ഉണ്ടാവുമല്ലോ. ഞാനിവിടെ വന്നിപ്പോൾ ഇവിടെ തിരക്കിയപ്പോഴത്തേക്കും പറഞ്ഞാൽ ഇടുമ്പാട്ടൻ ടെമ്പിൾ ഓപ്പൺ അല്ല എന്നാണ്. അതിൻ്റെ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ടിട്ട് ഇപ്പോൾ ക്ലോസ് ആക്കിയിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് സൈഡിൽ കൂടെയൊക്കെ എന്തെങ്കിലും വഴി കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഞാനുള്ളത് ഇടുമ്പാട്ടൻ ടെമ്പിളിൻ്റെ സൈഡിലുള്ള ഒരു വാക്കിംഗ് വേയിലാണ്, അല്ലെങ്കിൽ ഒരു പാർക്കെന്നോ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം എന്നൊക്കെ പറയാം. കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വേറൊന്നുമല്ല, ഈ ഇടതോർന്ന് നിൽക്കുന്ന മരങ്ങളുടെ ഇടയിൽ കൂടെ കാണാനുള്ള കാഴ്ചകളൊക്കെ അതിഗംഭീരം തന്നെയാണ്. വന്നവരെന്തായാലും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടാണ് പോയേക്കണത്. നമ്മൾ ടെമ്പിളിനെ ചുറ്റും ഒന്ന് നടന്ന് കണ്ട് അതുകൂടെ റെക്കോർഡ് ചെയ്യാമല്ലോ. എനിക്കും ഭയങ്കരമായിട്ട് സങ്കടം കേട്ടോ. കാര്യം ഞാൻ ആ ഒരു ടെമ്പിള് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. സോ നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും മാർഗം വെച്ചാൽ നമുക്ക് കാണാൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ദെൻ എനിക്കത് കാണാണ്ട് പോകാനും തോന്നുന്നില്ല ഗൈസ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പേയ്മെൻറ്റ് കൊടുത്ത് വന്നതിൻ്റെ അല്ല, പക്ഷേ ഇത്രയും നല്ലൊരു സ്പോട്ട്, അതിൻ്റെ ഒരു ലൊക്കേഷൻ പോലും മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. നമുക്ക് അതിനു മാത്രം എത്രയൊക്കെ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ എന്താ പറയുക, എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ഈ ഒരു മണാലിയിലല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ഹിഡുംബി ടെമ്പിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ താഴത്തെ ലേക്ക് ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല ഗൈസ്. വിഷയമാണ്. ഞാൻ ഈ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങാട്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല രസമുണ്ട് കയറാനായിട്ട്. എനിക്ക് ഇവിടെ നിന്ന് നോക്കാൻ നേരത്തെ ടെമ്പിളിലെ ടോപ്പ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു ടെൻഷൻ, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ, നിങ്ങളെന്തിനും ഇങ്ങോട്ട് കയറിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല കേസ് പറയാനായിട്ട്. എന്തായാലും മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്ന വല്ല രീതിയിലുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം. ഓക്കെ, എന്തായാലും ഇവിടം വരെ വന്നിട്ട് അത് കാണാൻ പറ്റാതെ പോയി എന്നുള്ളൊരു മനോവിഷമമെങ്കിലും അവിടെ തീർക്കാം. അതുപോലെ തന്നെ അതെ അവിടെ ഇതുണ്ട ഒത്തിരി തത്തകളൊക്കെ പറന്ന് നടപ്പുണ്ടാട്ടോ കേസ്. അതാ നോക്ക്, മരത്തിൻ്റെ പൊത്തിൽ അതാ പറന്നു പോണ്.
വല്ലാണ്ട് കഥയ്ക്കുണ്ട് കാര്യം എന്ന് പറയാം. നമ്മളേതായാലും നമ്മളെ വണ്ടിക്കകത്ത് തന്നെയല്ലേ, അപ്പം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാണ്ടായി. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് ഹിഡുംബ ടെമ്പിൾ. എന്നിട്ട് മെയിൻ്റെനൻസ് നടക്കുകയാണ്, അതിൻ്റെ ബാക്കി മേക്ക് ഓവറും മെയിൻ്റെനൻസും നടക്കുകയാണ്. ഗൈസ്, എന്തായാലും പണി തീരാണ്ട് ഉള്ളിലേക്ക് ഒട്ടും കയറ്റൂല എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് അവർ പെരുമാറുന്നത്. സോ നമുക്ക് എന്തായാലും പുറത്തുനിന്ന് കണ്ടല്ലോ. ഇനി ഇവിടുന്ന് നമുക്ക് 1 കിലോമീറ്റർ മാറിയിട്ട് മണാലിയിൽ, ഓൾഡ് മണാലിയിൽ തന്നെ ഒരു ടെമ്പിൾ ഉണ്ട്. അതുകൂടി ഒന്ന് പോയി കണ്ടിട്ട് നമുക്കൊന്ന് കണ്ടുവരാം അല്ലേ. ടെമ്പിളിൻ്റെ പേര് വേറൊന്നുമല്ല, മനു ടെമ്പിൾ എന്നാണ് പേര്. എല്ലാം ഒരു പ്രത്യേകതരം പേരുള്ള സ്ഥലങ്ങളും അമ്പലങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് മനു ടെമ്പിള്. നമ്മളപ്പോൾ മനു ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ചുറ്റും മലനിരകൾ കൊണ്ട് കാണാനായിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതാണ് മനു ടെമ്പിളിൻ്റെ എൻട്രൻസ് വരുന്നത്. ഉള്ളിലേക്ക് കയറാൻ എന്തായാലും ഞാൻ എന്തായാലും ഷൂ ഊരിയിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ എന്തായാലും കാണാം. ഇത് വന്നിട്ട് ഗണപതി ടെമ്പിളാണ്. ഇവർ ഈ പൂജ ചെയ്യുന്ന വിഗ്രഹത്തിന് ചുറ്റുമുള്ള ഒരു സ്ക്വയറിൽ വന്നിട്ട് ഹനുമാനും അതുപോലുള്ള മറ്റുള്ള വിഗ്രഹങ്ങളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് ഇത്രയൊക്കെ തന്നെയുള്ളൂ. സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.